Hi friends, welcome back. 1000 രൂപയിൽ താഴെ ഒരു നല്ല നെക്ക് ബാൻഡ്, മറ്റു പല സംഭവങ്ങളുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു നെക്ക് ബാൻഡ് നല്ലത് പറയാമോ എന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. നല്ലൊരു നെക്ക് ബാൻഡ് ഉണ്ട്. നമുക്ക് ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ് മിവി എന്ന ബ്രാൻഡിന്റെ. ഇതിനു മുമ്പ് മിവിയുടെ പല പ്രൊഡക്റ്റുകളും നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ എക്സലന്റ് ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിംഗ് ഒരു നെക്ക് ബാൻഡ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ അളിയന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പ്രൈമറി ആയിട്ട് ആൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫുൾ ടൈം എന്നോണം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കംപ്ലൈന്റും ഇല്ല. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ചൈനീസ് പ്രൊഡക്റ്റുകൾ വേണ്ട, ഒട്ടനവധി ചൈനീസ് ഉണ്ട്, വേണ്ട. ഇന്ത്യൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല ക്വാളിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും 1000 രൂപയിൽ താഴെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും 2 ഗിവ് അവേ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണാം. ഒരു നല്ല ക്വാളിറ്റി ഇയർഫോണിനെ പരിചയപ്പെടുകയും ചെയ്യാം. 2 പ്രൊഡക്റ്റുകൾ സെയിം ഈ ഒരു നെക്ക് ബാൻഡ് 1000 താഴെയുള്ള 999 രൂപ വില വരുന്ന ഈ നെക്ക് ബാൻഡിന്റെ 2 യൂണിറ്റ് ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് വിശദമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന സെക്ഷനിൽ പറയാം. തരവിടി. ഹായ്, അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡിന്റെ ബിൽറ്റ് ഞാൻ പറഞ്ഞു മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഹൈദരാബാദ് അവരുടെ ഫെസിലിറ്റിയിലൊക്കെയാണ് അവരിത് മെയ്ഡ് ചെയ്യുന്നത്. സോ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ ആ ഒരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ തരാം. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റുകൾ വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും മിവിയുടെ പ്രൊഡക്റ്റുകളിലേക്ക് നോക്കാവുന്നതാണ്. നല്ല ക്വാളിറ്റി ആയിരുന്നു നമ്മൾ ഇതുവരെ യൂസ് ചെയ്തതൊക്കെ. ഇതിന്റെ കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു നല്ല സ്ട്രോങ് ആയ ഡീസന്റ് ആയ ബിൽറ്റ് ക്വാളിറ്റി നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു നല്ല നെക്ക് ബാൻഡിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നല്ല സോൾഡ് ആയ കൺസ്ട്രക്ഷൻ, യാതൊരുവിധ പരാതിയും പറയാനില്ല. പോർട്സ് ആൻഡ് ബട്ടൺസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. മൈക്രോ USB പോർട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓവറോൾ ഒരു ഗുഡ് ഡിസൈൻ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മൈക്രോ USB എന്ന് പറയുമ്പോൾ 1000 രൂപ താഴെയാണ് വരുന്നത്. ടൈപ്പ് C എക്സ്പെക്ട് ചെയ്യേണ്ട. ബട്ട് ഉള്ള മൈക്രോ USB ഫാസ്റ്റ് ചാർജിങ് ആണ്. കമ്പനി പറയുന്നത് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 10 മണിക്കൂർ വരെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു ബാറ്ററി ലൈഫ് ഇതിനകത്ത് കിട്ടുമെന്നാണ്. സോ വളരെ ഫാസ്റ്റ് ആയ ഒരു ഫാസ്റ്റ് ചാർജിങ് നെക്ക് ബാൻഡ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് കിട്ടുന്നത്. അധികം വേറെ ഒരു ബ്രാൻഡ്, എനിക്ക് തോന്നുന്നു അധികം ബ്രാൻഡുകളൊന്നും ഇങ്ങനെ ഒരു സംഗതി കൊണ്ടുവരുന്നില്ല. ഇതും 1000 രൂപ താഴെ. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ഏറ്റവും അധികം അത്യാവശ്യം ഇത്തരം നെക്ക് ബാൻഡുകൾ എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും നമ്മൾ എടുക്കുക. ഒരു വഴിക്ക് പോകുമ്പോൾ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് എടുത്ത് കഴിച്ചിട്ട് നേരത്തെ ആയിരിക്കും ചാർജ് കുറവ്. ഫാസ്റ്റ് ചാർജിങ് അവിടെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഫാസ്റ്റ് ചാർജിങ് ഫീച്ചർ ഉള്ള, ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് ഫീച്ചർ ഉള്ള ഒരു നെക്ക് ബാൻഡ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന കോളർ ക്ലാസിക് എന്ന് പറയുന്ന മിവിയുടെ ഈ ഒരു നെക്ക് ബാൻഡ്. സോ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. 1 മെയ്ഡ് ഇൻ ഇന്ത്യ, 2 ഈ പറഞ്ഞ ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടിയ ഒരു നെക്ക് ബാൻഡ്. പിന്നെ ഇടയ്ക്ക് ഒരു കാര്യം, ഈ സംഗതി എന്തായാലും അടിപൊളി ഇയർഫോൺ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് സ്റ്റോക്ക് വെച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. നാളെ 23-ാം തീയതി 12 മണിക്കാണ് ഇതിന്റെ ലോഞ്ച് വെച്ചിരിക്കുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്കിലൂടെ പോയിട്ട് നോട്ടിഫൈ മീ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് പോയി ലോഞ്ച് വേണമെങ്കിൽ കാണാം. ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും. സോ നാളെ 23-ാം തീയതി 12 മണിക്കാണ് ലോഞ്ച്. അപ്പൊ അതിന്റെ ലിങ്ക്, അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മറക്കാതെ ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിന്റെ ബിൽറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടു. ഓവറോൾ നല്ലൊരു ഡീസന്റ് ആയ സെറ്റപ്പ് ആണ്. മൈക്രോ USB കേബിളും കാര്യങ്ങളൊക്കെ ബോക്സിൽ തന്നെ വരുന്നുണ്ട്. ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ വേറെയൊക്കെ ഉണ്ട്. ഇതെല്ലാം ഞാൻ ഇവിടെ വിശദീകരിച്ച് ഓരോന്നോരോന്നായിട്ട് തുറന്ന് കാണിക്കാത്തത് നമ്മുടെ ആ പതിവ് രീതിയൊന്നും വേണ്ടെന്ന് കരുതിയിട്ടാണ്. മെയിൻ ആയിട്ടുള്ള ഘടകത്തിലേക്ക് വരാം. ബിൽറ്റ് ക്വാളിറ്റി ഞാൻ പറഞ്ഞു, ഓവറോൾ നല്ല ക്വാളിറ്റിയാണ്. കംഫർട്ടിലും കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് ഈസി ആയിട്ട്, നമ്മൾ നോർമലി നെക്ക് ബാൻഡ് വെയർ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. ഈസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. ചെവിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നോയ്സ് ഐസൊലേഷനോ അതുവാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇയർ ടൈപ്പുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കംഫർട്ടായത് വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റ് ആയിട്ട് കയറിയിരിക്കും. ഒരു ഡീസന്റ് ആയ രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോൾ ഇത്തരത്തിലുള്ള നെക്ക് ബാൻഡുകൾ എടുക്കുന്ന ഒരുപാട് പേരുടെയും ആവശ്യകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവശ്യമെന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു കോൾ ക്വാളിറ്റിയാണ്. കാരണം കോൾ ക്വാളിറ്റി ഇല്ലെങ്കിൽ മിക്കവാറും ഈ ഒരു സംഭവം എടുക്കുന്നത് എല്ലാവരും തന്നെയും ഒരു നല്ല കോളിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. ഒഫീഷ്യൽസ് ആണ് കൂടുതലായിട്ട് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നല്ല കോൾ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. നല്ല കോൾ ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേരെ ഞാൻ വിളിച്ചു. ഇതിനെക്കുറിച്ച് അറിയുന്നവരും അറിയാത്ത സാധാരണക്കാരെ ഞാൻ ഇത് വെച്ച് വിളിച്ചു നോക്കി. ആർക്കും ഒരു പ്രശ്നവുമില്ല. ഡീസന്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. സോ ഒരു നല്ല ക്വാളിറ്റി മൈക്കാണ് ഇതിനകത്തുള്ളത്. സോ കോളിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യാം. 1000 രൂപ താഴെ ഒരു നല്ല ക്വാളിറ്റി കോളിംഗ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്, അല്ലെങ്കിൽ നെക്ക് ബാൻഡ് ആണ് ഈ പറയുന്ന കോളർ ക്ലാസിക് എന്ന് പറയുന്ന മിവിയുടെ പ്രൊഡക്റ്റ്. അങ്ങനെ പറയുമ്പോൾ കോൾ നമുക്ക് കേൾക്കുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ? കാരണം ബ്ലൂടൂത്ത് 5ഉം കാര്യങ്ങളൊക്കെ ഉണ്ട്. കേൾക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും എക്സലന്റ് ആണ്. സോ കോളിംഗ് പർപ്പസ് എന്നുള്ള ഒരു ഉദ്ദേശം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നല്ലൊരു ക്വാളിറ്റി കോളിംഗ് സെറ്റപ്പ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ചാർജിങ് ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബാറ്ററി ലൈഫ് അത്ര കിട്ടും. നല്ല ക്വാളിറ്റി കോളിംഗ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. കോളിങ്ങിന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് കോൾ ചെയ്യാൻ പറ്റുമോ ചാർജ് ചെയ്യാതെ? തീർച്ചയായിട്ടും പറ്റും. കമ്പനി 24 മണിക്കൂറാണ് വാഗ്ദാനം ചെയ്യുന്നത്. നമുക്കത് 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇന്ന് തൊട്ട് നാളെ ഇതേ നേരം വരെ 24 മണിക്കൂർ. പക്ഷെ ഒരു ഡേ
കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കോളും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യുകയാണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഒരു ദിവസം കടന്നു പോകാനുള്ള പവർ ഈ ഒരു നെക്ക് ബാൻഡിനുണ്ട്. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. ഞാനിത് വാങ്ങിച്ചതിന് ശേഷം 2 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് 2 പ്രാവശ്യമൊക്കെയാണ് ആകെ ചാർജ് ചെയ്തത്. സോ ഒരു നല്ല ബാറ്ററി ലൈഫ് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. ഇവരുടെ മുമ്പത്തെ നെക്ക് ബാൻഡ് ഞാൻ പറഞ്ഞു നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് നല്ല എക്സലന്റ് ബാറ്ററി ലൈഫും കാര്യങ്ങളും തരുന്ന ഒരു നെക്ക് ബാൻഡ് തന്നെയായിരുന്നു. സോ ഓവറോൾ ഓൾറെഡി ഉള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ നല്ലതുമാണ്. ഇത് യൂസ് ചെയ്യുമ്പോഴും സെയിം ഒരു നല്ല ബാറ്ററി ലൈഫും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. സോ ഗുഡ് ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ബാൻഡിൽ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു നെക്ക് ബാൻഡ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വെറ്റ് അല്ലെങ്കിൽ ഒത്തിരി വയർപ്പോ വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന് ചോദിച്ചാൽ ഇല്ല. IP-X7 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനങ്ങൾ അടക്കമാണ് വരുന്നത്. സോ നിങ്ങൾക്ക് അത്യാവശ്യം വെള്ളമൊക്കെ തെറിച്ചാലും പെട്ടെന്നൊന്നും ഇത് കംപ്ലൈന്റ് ആവില്ല എന്നുള്ളൊരു ഗുണം കൂടിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് വോയിസ് അസിസ്റ്റന്റ് പോലെ ഗൂഗിൾ അസിസ്റ്റന്റോ സിരിയോ പോലുള്ള സംവിധാനം നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനും ഇതിന്റെ സിംഗിൾ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. സോ നിങ്ങൾക്ക് കോൾ എടുക്കാനും കട്ട് ചെയ്യാനും പാട്ട് പ്രിവിയസ് ഫോർവേഡ് അടിക്കാനും വോയിസ് അസിസ്റ്റന്റിലൂടെ നിങ്ങളുടെ ഫോണിലെ അസിസ്റ്റന്റിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഇതിലൂടെ സാധിക്കും. സോ അഡ്വാൻസ്ഡ് ആയ ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ നെക്ക് ബാൻഡിലുള്ളത്. 1000 രൂപ താഴെയാണെന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇവർ എടുത്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇനി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി, അതായത് നമ്മൾ കോൾ ക്വാളിറ്റി ഞാൻ പറഞ്ഞു, അത് കൂടാതെ മ്യൂസിക് ലിസണിംഗ് പോലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ഡീസന്റ് ആയ ഈ ഒരു സെഗ്മെന്റിൽ 999 രൂപ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഫാസ്റ്റ് ചാർജിങ് അടക്കമുള്ള ഒരു നെക്ക് ബാൻഡ് നമുക്കൊരു ബെസ്റ്റ് സോളിഡ് ആയ ഗുഡ് ക്വാളിറ്റി മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ്. അതിനകത്ത് സൗണ്ട് ക്വാളിറ്റി ചോദിച്ചാൽ തീർച്ചയായിട്ടും ഡീസന്റ് ആയ ഒരു സൗണ്ട് ക്വാളിറ്റിയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബേസും കാര്യങ്ങൾ കൊണ്ട് ഒരു ഹെവി ബേസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. പക്ഷെ ഒരു ഓവറോൾ ഒരു നല്ല ക്വാളിറ്റി ബേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു ഡീസന്റ് ആയ സെറ്റപ്പിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. സോ ഒരു നല്ല ക്വാളിറ്റി മ്യൂസിക് ലിസണിങ് എക്സ്പീരിയൻസും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഗെയിമിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഗെയിമിംഗ് ഹെഡ്സെറ്റ് അല്ല. ഗെയിമിങ്ങിനാണെങ്കിൽ നിങ്ങൾ ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. നോർമൽ മ്യൂസിക് ലിസണിങ്ങും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് ഇതിൽ നടക്കും. നല്ല കോളും കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. സോ ഓവറോൾ ഈ ഒരു നെക്ക് ബാൻഡിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ഗിവ് അവേ ഞാൻ പറഞ്ഞു 2 യൂണിറ്റ് ഗിവ് അവേ കിട്ടുന്നുണ്ടെന്ന്. ഈ പ്രൊഡക്റ്റ് എന്റെ കയ്യിലില്ല, എന്റെ കയ്യിൽ കമ്പനി തന്നിട്ടില്ല. കമ്പനി പറഞ്ഞത് ഗിവ് അവേ നടത്തിയിട്ട് അവർക്ക് നിങ്ങൾ ആരാണ് വിന്നർ എന്ന് പറഞ്ഞാൽ ആ വിന്നറുടെ അഡ്രസ് കൊടുത്താൽ മതി, നേരിട്ട് കമ്പനി നിങ്ങൾക്ക് അയച്ചു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡീൽ അങ്ങനെയാണ്. വേറൊന്നും ചെയ്യാനില്ല. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. കമന്റ് പിക്കർ കൂടി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഷെയറിങ്ങും കമന്റും ഒരുമിച്ച് ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എടുക്കുക. സോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കും. കൃത്യമായിട്ട് ചെയ്യുക. ഇതിന് 2 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. മിവി ആയിരിക്കും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അയച്ചു തരിക. ഇനി ഇതിന്റെ ദിവസം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27-ാം തീയതിയാണ് ഞാൻ ഇതിന്റെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുക. അതുവരെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമന്റ് ചെയ്തൊക്കെ കളിക്കാം. അത് കഴിയുമ്പോൾ 27-ാം തീയതി ഞാൻ ഇതിന്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാം. രണ്ടിടത്തും ഷെയർ ചെയ്യും. അവിടെ ചെന്ന് നിങ്ങൾ നിങ്ങളുടെ ആ കമന്റിന് താഴെ നിങ്ങൾ തീർച്ചയായിട്ടും സെയിം ID എന്ന് നമുക്ക് കമന്റ് ചെയ്താൽ മതി, അഡ്രസ് കമന്റ് ചെയ്താൽ മതി. ആ അഡ്രസ് ഞാൻ മിവിക്ക് കൊടുക്കും. അവരാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അയച്ചു തരിക. കിട്ടിക്കഴിയുമ്പോൾ ദയവ് ചെയ്ത് എന്നെ കൂടി അറിയിക്കണം, കാരണം അത് എന്റെ കയ്യിൽ നല്ല വരുന്നത് അതുകൊണ്ടാണ്. സോ അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ മുട്ടാം. ബൈ.